UPA സർക്കാർ കൊണ്ടുവന്ന രാജ്യത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. സർക്കാർ UPA അത് കൊണ്ടുവരുമ്പോൾ അതിന്റെ പേര് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന്റെ പേര് മാറ്റിയിരിക്കുകയാണ് സംഘപരിവാർ ഭരണകൂടം അഥവാ കേന്ദ്ര സർക്കാർ. ഇതിന്റെ ചുവട് പിടിച്ച കറൻസി നോട്ടിൽ നിന്നും ഗാന്ധിജിയുടെ ചിത്രം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇനി നടക്കുന്നതെന്നാണ് രാജ്യസഭാ എംപിയും CPM നേതാവുമായ ജോൺ ബ്രിട്ടാസ് അഭിപ്രായപ്പെടുന്നത്. ബ്രിട്ടാസിന്റെ ഈ അഭിപ്രായം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്കിടയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും സംഘപരിവാർ ഗാന്ധിയെ ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്നും ഇന്ത്യയുടെ മനസ്സിൽ നിന്നും ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഗാന്ധിയുടെ ഓർമ്മകളെപ്പോലും ഈ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കാൻ സംഘപരിവാർ ശ്രമിക്കുമ്പോൾ, സ്വാഭാവികമായും ബ്രിട്ടാസ് പറഞ്ഞത് ഒരു ശരിയായ കാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ബ്രിട്ടാസിന്റെ രാഷ്ട്രീയം ഇടത് രാഷ്ട്രീയമാണെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കൃത്യമായ ഒരു നിരീക്ഷണമാണ്. എന്തായിരിക്കും സംഘികൾക്കും അല്ലെങ്കിൽ RSSനും കേന്ദ്ര സർക്കാരിനും ഗാന്ധിജിയോട് ഇത്ര വെറുപ്പും വിദ്വേഷവും തോന്നാൻ കാരണം? അല്ല, വെറുപ്പും വിദ്വേഷവും എന്നതിനപ്പുറം അവർക്ക് ഗാന്ധിജിയെ ഭയമായിരിക്കും. അതുകൊണ്ടായിരിക്കണം അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. കാര്യം ഇതിനു മുന്നേ നമുക്കറിയാം, പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിജിയെ വെട്ടിമാറ്റുന്ന തരത്തിലായിരുന്നു ആദ്യം അവർ ചെയ്തത്. പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിജിയെ വെട്ടിമാറ്റി. അത് കഴിഞ്ഞ് തൊഴിലുറപ്പിനൊപ്പം ഉണ്ടായിരുന്ന ഗാന്ധിജിയുടെ പേര് വെട്ടിമാറ്റി. ഇപ്പോ ബ്രിട്ടാസ് പറയുന്നുണ്ട്, ഇനി വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് കറൻസിയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ നോട്ടിൽ നിന്ന് ഗാന്ധിജിയുടെ ചിത്രം മാറ്റുക എന്ന് പറയുന്നതാണ്. ഇപ്പം അങ്ങനെ സംഭവിച്ചാലും ഞെട്ടാനൊന്നുമില്ല. കാരണം കേന്ദ്ര സർക്കാരാണ്, അവർക്ക് ഇഷ്ടപ്പെട്ടതേ ചെയ്യൂ. അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ചാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അവർക്ക് ഗാന്ധിജിയോട് ദേഷ്യമാണ്, വിദ്വേഷമാണ്, പകയാണ്. പിന്നെ നമുക്കറിയാം, പാർലമെന്റിൽ പോലും ഏത് വിഷയം സംസാരിച്ചാലും നെഹ്റുവിനെ പരാമർശിക്കാതെ അല്ലെങ്കിൽ നെഹ്റുവിനെ വിമർശിക്കാതെ അവർ പോകാറില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപക്ഷെ ഗാന്ധിജി സ്വാതന്ത്ര്യ സമര പോരാളി ആയതുകൊണ്ടായിരിക്കണം, അതല്ലെങ്കിൽ ഗാന്ധിജി ഇവർ പറയുന്ന പോലെ ഒരു കോൺഗ്രസ് ഐഡിയോളജിയിൽ വിശ്വസിച്ചത് കൊണ്ടായിരിക്കണം ഇവർക്ക് ഇത്രയും ദേഷ്യം. ഈ പറയുന്ന പോലെ ചേട്ടാ, വേണമെങ്കിൽ നാളെ നോട്ടിൽ നിന്ന് ഗാന്ധിജിയുടെ ചിത്രം വെട്ടിമാറ്റിയാലും അതിശയപ്പെടാനോ അത്ഭുതപ്പെടാനോ ഒന്നുമില്ല. കാര്യം ഇനി അടുത്തത് അതാണ്. കാര്യം അവർ ആദ്യം പാഠപുസ്തകങ്ങളിൽ നിന്ന്, ചരിത്രത്തിൽ നിന്ന് ഗാന്ധിജിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അതിനുശേഷം ആ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നതിൽ നിന്ന് മഹാത്മാഗാന്ധിയെ മാറ്റി. ഇനിയിപ്പോ അടുത്ത കറൻസി നോട്ടിൽ നിന്ന് മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഗാന്ധിജി അവർ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ ഗാന്ധിജി അവർക്ക് ഇഷ്ടമല്ല. ഇനിയിപ്പോ ഞാൻ ഒരു ചോദ്യം ചേട്ടനോട് ചോദിക്കട്ടെ, ഇപ്പൊ ഇവരിങ്ങനെയൊക്കെ ഗാന്ധിജിയുടെ ചിത്രം വെട്ടിമാറ്റിയാൽ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ പേര് ഒരു സ്ഥലത്ത് നിന്ന് മാറ്റിയാൽ ഇന്ത്യക്കാരുടെ മനസ്സിൽ നിന്ന് ഗാന്ധിജി പോകുമോ? ലോകത്ത് ഇത്തരത്തിൽ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ അത്ഭുതത്തോടെ പഠിക്കുമെന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്. എന്തായാലും ഗാന്ധിജി ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ ഈ ചരിത്രത്തിൽ നിന്നും ചരിത്ര രേഖകളിൽ നിന്നും ഇല്ലാതാക്കാൻ സംഘപരിവാർ ഭരണകൂടം ശ്രമം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി എന്ന കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ ഗാന്ധിജിയുടെ ഓർമ്മകളെ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായാണ് NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിജിയെക്കുറിച്ചുള്ള ചരിത്രവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടങ്ങളുടെ ചരിത്രവും മാറ്റിമറിക്കാനും അതിനെ ഇല്ലായ്മ ചെയ്യാനും, ആ പാഠഭാഗങ്ങളെ ഇല്ലായ്മ ചെയ്യാനും സംഘപരിവാർ ശ്രമിച്ചത്. അതുമാത്രമല്ല, 948 ജനുവരി മാസം 30-ന് വെടിയേറ്റ് മരിച്ച ഗാന്ധിജിയെ എല്ലാ വർഷങ്ങളിലും ഇന്ത്യൻ ജനത അല്ലെങ്കിൽ ഗാന്ധിസത്തിൽ വിശ്വസിക്കുന്ന, മതേതരത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ആളുകൾ ആ ദിവസം ദുഃഖത്തോടു കൂടി ആചരിക്കുമ്പോൾ ഗാന്ധിജിയുടെ രൂപം ഉണ്ടാക്കി അതിലേക്ക് നിറയൊഴിച്ച് ആനന്ദ നൃത്തമാടുന്ന സംഘപരിവാരത്തിന്റെ ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അതുമാത്രമല്ല, ഗാന്ധിജിയുടെ ഓർമ്മകളെ, അതായത് പാർലമെന്റിനകത്തു നിന്നും ഗാന്ധിജിയുടെ ഓർമ്മകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഗാന്ധിജിയെ ഏറ്റവും നികൃഷ്ടമായ ഭാഷയിൽ അപമാനിക്കാൻ, അവഹേളിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങളടക്കം BJP അനുകൂലികളും ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നതിന് പകരം അവരിതിനെ നിസാരവൽക്കരിക്കുകയാണ് ഈ കേന്ദ്ര സർക്കാരും BJPയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിനകത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനം നടത്തിയ വ്യക്തിത്വമാണ് ഗാന്ധിജി. 947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ രാജ്യം ഉറങ്ങിക്കിടക്കുമ്പോൾ നെഹ്റു ലോകത്തോട് വിളിച്ചു പറയുന്നു, നാം സ്വതന്ത്രരായിരിക്കുന്നു. പക്ഷേ ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷം, സ്വാതന്ത്ര്യത്തിന്റെ പൊൻവെളിച്ചം കടന്നു വന്നതിന്റെ ആഘോഷത്തിൽ രാജ്യം അലയടിക്കുമ്പോൾ മഹാത്മാഗാന്ധിജി, ആ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിനകത്ത് നെടുനായകത്വം വഹിച്ച ഗാന്ധിജി ആ ആഘോഷത്തിലായിരുന്നില്ല. ഹിന്ദു മുസ്ലിം സഹോദരന്മാർ ഏറ്റുമുട്ടിയ കൊൽക്കത്തയിലെ നവകാലി തെരുവീതികളിൽ ഒരു ശാന്തി ദൂതനെ പോലെ ചെന്നിരുന്ന് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ സത്യാഗ്രഹ സമരം നടത്തുകയായിരുന്നു ഗാന്ധിജി ചെയ്തത്. ഇതേ ഗാന്ധിജി അവിടെ ഉരുവിട്ടത് തൻ്റെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ ഏറ്റവും ആരാധിക്കുന്ന രാമ ഭഗവാന്റെ നാമധേയമായിരുന്നു. ഹേ റാം ഹേ റാം എന്നായിരുന്നു അദ്ദേഹം ആ സത്യാഗ്രഹ വേദിയിൽ ഉറവിട്ടത്.
ഇതേ ഗാന്ധിജി അവിടെ കൊൽക്കത്ത നവകാലി തെരുവീതികളിൽ അശാന്തിയുടെ വിത്തുപാകിയ അവിടെ ഗാന്ധിജി ചെന്നിരുന്ന് അവിടെ ഹിന്ദു മുസ്ലിം സഹോദരന്മാരെ ഒരുമിച്ച് ചേർത്ത് അവിടെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ പൊൻവെളിച്ചത്തിൽ അവർ ആറാടുന്ന സമയത്താണ് ഗാന്ധിജി അവിടെ നിന്ന് തിരികെ മടങ്ങിയത്. തൊട്ടടുത്ത ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച തൊട്ടടുത്ത വർഷം, ഒരു വർഷം സ്വാതന്ത്ര്യത്തിന്റെ ഒന്നാം വാർഷികം ആഘോഷിക്കാൻ പോലും സമയം ലഭിക്കുന്നതിന് മുമ്പ് 1948 ജനുവരി മാസം 30 തന്റെ നിത്യപ്രാർത്ഥനയ്ക്ക് വേണ്ടി തന്റെ തന്തത സഹചാരികളായ മനുവിന്റെയും മാബയുടെയും തോളിൽ കൈയിട്ട് തന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഏറ്റവും അദ്ദേഹം ആരാധിക്കുന്ന രാമഭഗവാന്റെ നാമധേയം ഉരുവിട്ട പ്രാർത്ഥനയ്ക്ക് പോകവേ നാത്തൂറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന മതഭ്രാതന്റെ വെടിയുണ്ടകൾ ഇടനെഞ്ചിലേറ്റി പിടഞ്ഞു വീഴുമ്പോഴും അദ്ദേഹം ഉരുവിട്ടത് രാമന്റെ നാമമായിരുന്നു. അത് ഇന്ന് RSSകാരൻ സ്വപ്നം കാണുന്ന രാമനായിരുന്നില്ല. ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും, അതായത് ഹൈന്ദവനും മുസൽമാനും ക്രൈസ്തവനും സിഖുകാരനും പാഴ്സിയും ജൂതനും ജൈനനുമെല്ലാം ഒരമ്മ പറ്റ മക്കളെ പോലെ കാണുന്ന എല്ലാവരെയും സമന്മാരായി കാണുന്ന രാമ രാജ്യമാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത്. അല്ലാതെ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ സഹോദരന്റെ കഴുത്തിലേക്ക് കടാര കുത്തിയിറക്കുന്ന ഞങ്ങൾ എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, എന്ത് സംസാരിക്കണം, ആരോട് സംസാരിക്കണം, എന്ത് സംസാരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഭരണകൂടത്തിന്റെ രാമനായിരുന്നില്ല ഗാന്ധിജി കണ്ട രാമരാജ്യം. ആ ഗാന്ധിജിയെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ നാമധേയം വെട്ടിമാറ്റിയാലും, ഏതെങ്കിലും ഒരു റോഡിന്റെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റിയാലും, പാഠപുസ്തകത്തിലെ സിലബസിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പാഠഭാഗങ്ങൾ വെട്ടിമാറ്റിയാലും സംഘപരിവാരത്തിന് വെട്ടിമാറ്റാൻ കഴിയുന്നതല്ല രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൻ്റെ അകത്തെ അദ്ദേഹത്തിന്റെ ചിന്തയും അദ്ദേഹത്തിന്റെ സ്ഥാനവും. ഗാന്ധിജി ഉരുവിട്ട രാമമന്ത്രം ഈ രാജ്യത്ത് ശാശ്വതമാക്കാനുള്ള പോരാട്ടം ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് ഗാന്ധിയന്മാർ ഈ രാജ്യത്തുണ്ട്. അദ്ദേഹം ഉയർത്തിയ ഗാന്ധിയൻ ആദർശങ്ങൾക്ക് ഇന്നും രാജ്യത്ത് പ്രസക്തിയുണ്ട്. സംഘപരിവാറിന്റെ വിഷം തുപ്പുന്ന മതവർഗീയ വാദത്തിനെതിരെ ഗാന്ധിജിയുടെ ആശയങ്ങൾ മുറുകെ പിടിച്ച് ആ ആശയങ്ങളുമായി മുന്നോട്ട് പോകും. അടുത്തത് ഒരു സംശയവും വേണ്ട, സംഘപരിവാരത്തിന്റെ തീരുമാനം പാഠപുസ്തകങ്ങളിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ ഓർമ്മകളെ ഇല്ലായ്മ ചെയ്തതുപോലെ ഇന്ത്യൻ കറൻസി നോട്ടിൽ നിന്ന് BJPക്കാരനും ഹിന്ദു മഹാസഭക്കാരനെയും എല്ലാം പോക്കറ്റിലുള്ള കറൻസി നോട്ടുകളിൽ നിന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ചിത്രം എടുത്തു മാറ്റാനുള്ള ശ്രമം അവർ നടത്തും. കാരണം ഇപ്പോൾ ഭൂരിപക്ഷം ഉള്ളത് രാജ്യത്തിന്റെ ലോക്സഭയ്ക്കകത്ത് ഭൂരിപക്ഷമുള്ളത് സംഘപരിവാറിനും BJPക്കുമാണ്. അതുകൊണ്ട് പക്ഷെ അപ്പൊ ഒരു ചോദ്യം ഉണ്ടല്ലോ ചേട്ടാ, ഇവരൊരു ഏകാധിപതിയെ പോലെയല്ലേ കാണിക്കുന്നത്? കാര്യം ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റുന്നതിൽ പ്രതിഷേധം ഇപ്പോഴും നിലനിൽക്കുകയാണ്. തീർച്ചയായും രാജ്യത്തെ ഭരണകൂടം ഏകാധിപതികളെ പോലെ തന്നെയാണ് പെരുമാറുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പ്രതിപക്ഷത്തിന്റെ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന, രാഷ്ട്രീയ എതിരാളികളെ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന, ജനവിധിയെ അട്ടിമറിക്കുന്ന സർക്കാരാണ് രാജ്യം ഭരിക്കുന്ന. ആ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിനകത്ത് നേതൃത്വം നൽകിയ ആ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ, ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിലുള്ള, ഇന്ത്യയുടെ കറൻസി നോട്ടിലുള്ള, ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൻ്റെ അകത്തുള്ള ആ മഹാത്മാഗാന്ധിയെ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊന്നിട്ടും തീരാത്ത പകയുമായി നടക്കുന്ന സംഘപരിവാറിൻ്റെ ആളുകൾ അദ്ദേഹത്തിന്റെ ഓർമ്മകളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം സഭയിൽ പറയുന്നത് ഗാന്ധിജി സ്വപ്നം കണ്ട മതേതരത്വം, ഗാന്ധിജി സ്വപ്നം കണ്ട ജനാധിപത്യം, ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ഈ രാജ്യത്തിന്റെ കറൻസിയിൽ നിന്നോ മഹാത്മാജിയെ മാറ്റി നിർത്തിയാലും അത്ഭുതപ്പെടാൻ. എന്തായാലും ജനാധിപത്യ വിശ്വാസികൾക്ക് അത്ര ഭൂഷണമുള്ള ദിനങ്ങളല്ല കടന്നു വരുന്നത്. ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ആശങ്കപ്പെടുന്ന ദിനങ്ങളിലൂടെയാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന. രാജ്യത്തെ ഏറ്റവും വലിയ ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള കോടിക്കണക്കിന് ആളുകൾ അതിൻ്റെ ഉപഭോക്താക്കളാണ്, ഇതിൻ്റെ പ്രയോക്താക്കളാണ്. അത്തരം ആളുകൾ അവർ ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നത് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്തിട്ടാണ്. ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റി അവിടെ മറ്റൊരു പേര് പ്രതിഷ്ഠിക്കുമ്പോൾ തീർച്ചയായും മഹാത്മാഗാന്ധിയുടെ ഓർമ്മകളെപ്പോലും ഇല്ലായ്മ ചെയ്യാൻ, തിരസ്കരിക്കാൻ, തമസ്കരിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് സംഘപരിവാർ ഭരണകൂടം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടാസ് പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. രാജ്യത്തിന്റെ കറൻസി നോട്ടിൽ നിന്നും ഗാന്ധിജിയെ പിഴുതെറിയാൻ, ഗാന്ധിജിയെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമായിരിക്കും
BJP-യും സംഘപരിവാറും കേന്ദ്ര സർക്കാരും നടത്തുക. അതിശക്തമായ ജനകീയ പ്രക്ഷോഭത്തെ രാജ്യത്ത് സംഘപരിവാറിന് നേരിടേണ്ടി വരും. കാരണം രാജ്യത്തിന്റെ ആത്മാവാണ് ഗാന്ധിജി, ഇന്ത്യയുടെ പരിച്ഛേദമാണ് ഗാന്ധിജി. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആത്മാവിന് മുറിവേൽപ്പിക്കുന്ന ഒരു ശ്രമം സംഘപരിവാർ ഭരണകൂടം നടത്തിയാൽ ആ ഭരണകൂടത്തിനെതിരെ സമാനതകളില്ലാത്ത സമരത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കും. തീർച്ചയായും അത്തരമൊരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോവുകയാണെങ്കിൽ BJP-യുടെ അടിവേരറുക്കുന്ന സമരത്തിന് രാജ്യം കാണാനിടയാവും. രണ്ടാം സ്വാതന്ത്ര്യ സമരമെന്ന് നമുക്ക് സമരത്തെ വിശേഷിപ്പിക്കാൻ കഴിയും. ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ പൊൻവെളിച്ചത്തിലേക്ക് കൈപിടിച്ച് ആനയിച്ച രാജ്യത്തിന്റെ നേതാക്കന്മാരിൽ ആരാണ് ഒന്നാമൻ എന്ന് ചോദിച്ചാൽ എതിരാളികളില്ലാതെ ഉത്തരം പറയാൻ കഴിയുന്ന പേരാണ് ഗാന്ധിജി. കാരണം ആധുനിക ഉപകരണങ്ങളുമായി ബ്രിട്ടീഷ് സാമ്രാജ്യം, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യ രാജ്യത്തെ നേരിട്ടപ്പോൾ ആ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സത്യാഗ്രഹത്തിന്റെയും സഹനത്തിന്റെയും പാതയിലൂടെ നേരിട്ട അവരെ മുട്ടുകുത്തിച്ച ഗാന്ധിയൻ ആദർശങ്ങളും ഗാന്ധിയൻ സമരങ്ങളും ഈ രാജ്യത്ത് ഇന്നും പ്രസക്തമാണ്. ഉപ്പുകുറുക്കിയും നൂൽനൂറ്റും ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ പൊൻവെളിച്ചത്തിലേക്ക് കൈപിടിച്ചാനയിച്ച വ്യക്തിത്വമാണ് മഹാത്മാഗാന്ധി. ആ ഗാന്ധിയുടെ ഓർമ്മകളെ തമസ്കരിക്കാൻ സംഘപരിവാർ ശ്രമിച്ചാൽ സംഘപരിവാറിന്റെ അവസാനമായിരിക്കും അത് എന്ന കാര്യത്തിലും തർക്കമില്ല.